ഹലോ, എൻ്റെ പേര് ദീപ. നമുക്കിന്ന് പ്രൊജക്ട് കോസ്റ്റ് അനാലിസിസ് എന്ന ടോപ്പിക്ക് നോക്കാം. 8th സെമസ്റ്റർ KTU സിലബസ് പ്രകാരം സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് പ്രൊജക്ട് കോസ്റ്റ് അനാലിസിസ്. ഇതിനെ ക്രഷിംഗ് എന്നും പറയാം. ഏതൊരു പ്രൊജക്റ്റിലും ഏറ്റവും എക്കണോമിക്കലായിട്ടും ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷനിലും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എയിം ആയിരിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് പ്രൊജക്ട് കോസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ ക്രഷിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രൊജക്ട് കോസ്റ്റും പ്രൊജക്ട് ടൈമും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാനുണ്ട്. ഏറ്റവും ആദ്യത്തെ ഡെഫിനിഷനാണ് നോർമൽ ടൈം. നോർമൽ ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് TN എന്നാണ്. നോർമൽ ടൈമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ സ്റ്റാൻഡേർഡ് ടൈം അലോട്ടഡ് ടു ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം എത്രയാണോ അതിന് പറയുന്ന പേരാണ് നോർമൽ ടൈം എന്ന്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഫൗണ്ടേഷൻ എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി ഒരു വർക്കറെ ഉപയോഗിച്ച് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ ഈ 4 ദിവസത്തിന് പറയുന്നതാണ് ഫൗണ്ടേഷൻ എക്സ്കവേഷൻ എന്ന ആക്ടിവിറ്റിയുടെ നോർമൽ ടൈം. ഓക്കെ, സോ നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ അണ്ടർ നോർമൽ കണ്ടീഷനിൽ ഒരു ആക്ടിവിറ്റി തീരാൻ എത്ര ദിവസം എടുക്കും അതിന് പറയുന്നതാണ് നോർമൽ ടൈം എന്ന്. സെക്കൻഡ് വൺ, നോർമൽ കോസ്റ്റ്. നോർമൽ കോസ്റ്റിനെ CN എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ദ കോസ്റ്റ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ നോർമൽ ടൈം. നോർമൽ ടൈമിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം കോസ്റ്റ് ആവശ്യമുണ്ടോ അതിന് പറയുന്നതാണ് നോർമൽ കോസ്റ്റ് എന്ന്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഫൗണ്ടേഷൻ എക്സ്കവേഷൻ 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായി എത്ര എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ടോ ആ എമൗണ്ടിന് പറയുന്ന പേരാണ് നോർമൽ കോസ്റ്റ് എന്നുള്ളത്. തേർഡ് വൺ, ക്രാഷ് ടൈം. ക്രാഷ് ടൈമിനെ TC എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ദ മിനിമം possible time in which an activity completes by allotting extra resources. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ടൈം അതിന് പറയുന്ന പേരാണ് ക്രാഷ് ടൈം. അതിലും കുറഞ്ഞ ടൈമിൽ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ടൈമിന് പറയുന്നതാണ് ക്രാഷ് ടൈം. നോർമൽ ഡ്യൂറേഷനിൽ നിന്നും ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറയ്ക്കുവാനായിട്ട് നമുക്ക് എക്സ്ട്രാ റിസോഴ്സസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ കുറയ്ക്കുന്ന ടൈമിനെ പറയുന്നതാണ് ക്രാഷ് ടൈം എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ആദ്യമേ പറഞ്ഞിരുന്നു ഫൗണ്ടേഷൻ എക്സ്കവേഷൻ ഒരു വർക്കറെ ഉപയോഗിച്ച് 4 ദിവസം കൊണ്ടാണ് നമ്മൾ തീർത്തത്. എന്നാൽ ഇതേ ഫൗണ്ടേഷൻ എക്സ്കവേഷൻ എന്ന ആക്ടിവിറ്റി നമ്പർ ഓഫ് റിസോഴ്സസ് കൂട്ടിക്കൊടുത്തുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് 4 വർക്കറെ ഉപയോഗിച്ച് ആ വർക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഒരു ദിവസത്തിന് പറയുന്നതാണ് ക്രാഷ് ടൈം എന്നുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ക്രാഷ് കോസ്റ്റ്. ക്രാഷ് കോസ്റ്റിനെ CC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ കോസ്റ്റ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ ക്രാഷ് ടൈം. ഒരു ക്രാഷ് ടൈമിൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം കോസ്റ്റ് ആവശ്യമുണ്ടോ അതിന് പറയുന്നതാണ് ക്രാഷ് കോസ്റ്റ് എന്ന്. അതായത് ഫൗണ്ടേഷൻ എക്സ്കവേഷൻ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് വരുമോ അതിന് പറയുന്നതാണ് ക്രാഷ് കോസ്റ്റ് എന്ന്. നോർമൽ ടൈമും ക്രാഷ് ടൈമും കമ്പയർ ചെയ്താൽ നോർമൽ ടൈം ആയിരിക്കും കൂടുതൽ. നോർമൽ ടൈമിനേക്കാളും കുറഞ്ഞ ടൈം ആയിരിക്കും ക്രാഷ് ടൈമിന് ഉണ്ടാവുക. എന്നാൽ നോർമൽ കോസ്റ്റും ക്രാഷ് കോസ്റ്റും കമ്പയർ ചെയ്താൽ നോർമൽ കോസ്റ്റിനേക്കാളും കൂടിയ വാല്യൂ ആയിരിക്കും ക്രാഷ് കോസ്റ്റ്. കാരണം ക്രാഷ് ടൈമിൽ എത്താൻ വേണ്ടി നമ്മൾ അഡീഷണൽ റിസോഴ്സസ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഈ അഡീഷണൽ റിസോഴ്സസിന് എക്സ്ട്രാ കോസ്റ്റ് ആകും. അതുകൊണ്ട് ക്രാഷ് കോസ്റ്റ് നോർമൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ട് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രൊജക്ട് കോസ്റ്റ്. സോ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് മണി അതിന് പറയുന്നതാണ് പ്രൊജക്ട് കോസ്റ്റ് എന്ന്. സോ അതിനെ നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റ്, രണ്ടാമത് ഇൻഡയറക്റ്റ് കോസ്റ്റ്. സോ ടോട്ടൽ
കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആണ് പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ the cost that can be allotted to an activity. ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി അലോട്ട് ചെയ്യാൻ സാധിക്കുന്ന കോസ്റ്റുകളെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റ്, ഇതെല്ലാം ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഒരു ആക്ടിവിറ്റി ചെയ്യാനായി ഇത്ര മെറ്റീരിയൽ കോസ്റ്റ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനായി ഇത്ര ലേബർ കോസ്റ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഡയറക്റ്റ്ലി ഒരു ആക്ടിവിറ്റിയുമായിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള കോസ്റ്റുകളെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന്. ഈ ഡയറക്റ്റ് കോസ്റ്റും ടൈമും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ ടൈം എക്സ് ആക്സിസിലും ടൈം ഓഫ് പ്രൊജക്ട് എക്സ് ആക്സിസിലും വൈ ആക്സിസിൽ ഡയറക്റ്റ് കോസ്റ്റിനെ ഡി സി എന്ന് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. നേരത്തെ പറഞ്ഞാൽ നോർമൽ ടൈം, ക്രാഷ് ടൈം, നോർമൽ കോസ്റ്റ്, ക്യാഷ് കോസ്റ്റ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ നോർമൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആക്ടിവിറ്റിയും സ്റ്റാൻഡേർഡ് ടൈമിൽ തീരുന്ന ടൈം. സപ്പോസ് ദിസ് ഈസ് TN, ദാറ്റ് ഈസ് നോർമൽ ടൈം. ഇതാണ് നോർമൽ ടൈം എന്ന് അസ്യൂം ചെയ്യാം. നോർമൽ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും? നോർമൽ കോസ്റ്റ്. ദിസ് ഈസ് നോർമൽ കോസ്റ്റ്. നോർമൽ ടൈമിനേക്കാളും കുറഞ്ഞ ഒരു ടൈമാണ് ക്രാഷ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ നോർമൽ കോസ്റ്റിനേക്കാളും കൂടിയ ഒരു കോസ്റ്റാണ് ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ വരുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ദിസ് പോയിന്റ് ഈസ് ദ ക്രാഷ് ടൈം. സോ ദിസ് ഈസ് ക്രാഷ് ടൈം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ക്രാഷ് കോസ്റ്റ്. സോ ദിസ് ഈസ് ക്രാഷ് കോസ്റ്റ്. ഓക്കെ, ഇത് രണ്ടും യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഈ ഷേപ്പിൽ ഒരു കർവ് നമുക്ക് കിട്ടും. ഒരു കർവ് ആയിട്ടാണ് കിട്ടുക. ഇതിൽ ക്രാഷ് ടൈമിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അതായത് ക്രാഷ് ടൈമിലും കുറഞ്ഞൊരു ടൈമിൽ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനേ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് കർവ് സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ആയിട്ട് പോകുന്നതായിട്ട് കാണാം. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഒരു കർവേച്ചർ ആണ് ഉണ്ടാവുക. സെക്കൻഡ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതായത് ദ കോസ്റ്റ് ദാറ്റ് cannot be allotted to an activity. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി എന്ന് പറയാൻ സാധിക്കാത്ത കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ്. ഒരു വർക്ക് സൈറ്റിന്റെ അടുത്ത് നമുക്കൊരു ഓഫീസ് വേണം, അതിനാവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് വേണം. ഇതൊന്നും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടല്ല, പകരം എൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് റിലേഷൻ പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കോസ്റ്റുകൾ വരുന്നതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് ഇൻഷുറൻസ് കോസ്റ്റ്. ഇതെല്ലാം ഇൻഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റും ടൈമും തമ്മിൽ ഒരു കർവ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ എക്സ് ആക്സിസിൽ ടൈം ഓഫ് പ്രൊജക്ട്, വൈ ആക്സിസിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് IDC എന്ന് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. നമുക്കൊരു സ്ട്രെയിറ്റ് അപ്വേർഡ് കർവ് ആയിരിക്കും കിട്ടുക. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റും ടൈമും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ടൈം ഓഫ് പ്രൊജക്ട് കൂടുന്നതനുസരിച്ച് ഇൻഡയറക്റ്റ് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും എന്ത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. സോ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ കൂടുന്നതായിരിക്കും ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കർവ് വരയ്ക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് എക്സ് ആക്സിസിൽ ടൈമും ടൈം ഓഫ് പ്രൊജക്ട്, വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കർവിന്റെയും കോമ്പിനേഷൻ ആയിട്ടായിരിക്കും കിട്ടുക. അതിന്റെ ഷേപ്പ് ഏകദേശം ഒരു യു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇതിനൊരു ലോവസ്റ്റ് പോയിന്റ് ഉണ്ടാവും, ലോവസ്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് മിനിമം കോസ്റ്റ്.
ഈ മിനിമം കോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിന് പറയുന്ന പേരാണ് ഒപ്റ്റിമം ഡ്യൂറേഷൻ. നമ്മുടെ കോസ്റ്റ് അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് ഒപ്റ്റിമം ഡ്യൂറേഷൻ. ഒപ്റ്റിമം ഡ്യൂറേഷനെ ഡിഫൈൻ ചെയ്താൽ the duration corresponding to the minimum cost is called optimum duration. So the duration corresponding to the minimum cost, minimum costന് corresponding ആയിട്ടുള്ള ഡ്യൂറേഷനെ പറയുന്ന പേരാണ് ഒപ്റ്റിമം ഡ്യൂറേഷൻ. നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ ഈ ഒപ്റ്റിമം ഡ്യൂറേഷൻ കണ്ടുപിടിച്ചിട്ടാണ് അതിനെ എക്കണോമിക്കൽ ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം മിനിമം കോസ്റ്റ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമം ഡ്യൂറേഷൻ. ഒപ്റ്റിമം ഡ്യൂറേഷനേക്കാളും കൂടുതൽ ടൈമിൽ പ്രൊജക്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒപ്റ്റിമം കോസ്റ്റിലും ഒപ്റ്റിമം ഡ്യൂറേഷനിലും കുറയുകയാണെങ്കിലും പ്രൊജക്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഒപ്റ്റിമം കോസ്റ്റിലാണ് ഏറ്റവും മിനിമം കോസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം, ദാറ്റ് ഈസ് കോസ്റ്റ് സ്ലോപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞ കർവ് വരയ്ക്കുകയാണ് ഒന്നോടെ. ടൈം, കോസ്റ്റ്. കർവ് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ടി എൻ ഉണ്ടായിരുന്നു. ടി എൻ ഈസ് നോർമൽ ടൈം. നോർമൽ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ കോസ്റ്റ്. ഇവിടെ എവിടെയോ ഒരു ക്രാഷ് കോസ്റ്റ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് ടി സി, ക്രാഷ് ടൈം. കറസ്പോണ്ടിങ് ആയിട്ട് ക്രാഷ് കോസ്റ്റ്. ഈ ഗ്രാഫ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ കർവിൻ്റെ സ്ലോപ്പിന് പറയുന്ന പേരാണ് കോസ്റ്റ് slope. That is the slope of cost versus time is called as cost slope. ഇത് നമ്മളൊരു ഇക്വേഷൻ പോലെ എഴുതിയാൽ കോസ്റ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഷോർട്ട് ഫോമിൽ എഴുതിയാൽ സി സി മൈനസ് സി എൻ ഡിവൈഡഡ് ബൈ ടി എൻ മൈനസ് ടി സി. വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം. അപ്പം ദിസ് ഇൻഡിക്കേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം. അതായത് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തുമാത്രം കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം വരുന്നു എന്ന് കാണിക്കുന്നതാണ് കോസ്റ്റ് സ്ലോപ്പിൻ്റെ ഒരു മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പോവാം. സോ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യമേ അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കിയിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ഇത് ഒപ്റ്റിമൈസിങ് കോസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ക്രിട്ടിക്കൽ പാത്ത്. നെറ്റ്വർക്ക് അനാലിസിസിൽ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഇത് തന്നെയാണ്. നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക, ക്രിട്ടിക്കൽ പാത്തും ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിറ്റർമിൻ ദ കോസ്റ്റ് സ്ലോപ്പ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോസ്റ്റ് സ്ലോപ്പ്, അതിൻ്റെ ഇക്വേഷൻ സി സി മൈനസ് സി എൻ ഡിവൈഡഡ് ബൈ ടി എൻ മൈനസ് ടി സി. അതുപയോഗിച്ച് ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, കമ്പ്യൂട്ട് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ്, crush activities in the critical path starting with critical activity having least cost slope. സോ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ക്രഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസ് മാത്രമേ ക്രഷ് ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രൊജക്ട് ഡ്യൂറേഷൻ അഫക്റ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ മാത്രമാണ്. നമ്മളൊരു ക്രിട്ടിക്കൽ പാത്തിൻ്റെ ലെങ്ത് ആയിരിക്കും ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയാറ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ മാത്രം ഡ്യൂറേഷനെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനായിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഏത് ആക്ടിവിറ്റി നമ്മൾ ക്രഷ് ചെയ്താലും അതൊരിക്കലും ആ ക്രിട്ടിക്കൽ പാത്തിനെ അഫക്റ്റ് ചെയ്യില്ല, അങ്ങനെ ഡ്യൂറേഷനെയും അഫക്റ്റ് ചെയ്യില്ല. സോ നമ്മൾ ക്രഷിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നായിരിക്കണം. ഇനി ഏത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നായിരിക്കണം എന്ന് ചോദിച്ചാൽ ഹാവിങ് ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ്.
കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഏതാണോ അതിൽ നിന്ന് വേണം ക്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഏറ്റവും കുറഞ്ഞ എക്സ്ട്രാ കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം ഏതിനാണോ അതിൽ നിന്ന് വേണം ക്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഫിഫ്ത്ത് സ്റ്റെപ്പ്, കണ്ടിന്യൂ ക്രഷിംഗ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് കോസ്റ്റ് സ്ലോപ്പ്. കോസ്റ്റ് സ്ലോപ്പിന്റെ അസെൻഡിങ് ഓർഡറിൽ ക്രഷിംഗ് കണ്ടിന്യൂ ചെയ്തു പോവുക. സിക്സ്ത് സ്റ്റെപ്പ്, ക്രഷിംഗ് ഓഫ് ആക്ടിവിറ്റി ഈസ് കണ്ടിന്യൂഡ് ടിൽ എ സ്റ്റേജ് ഈസ് റീച്ച്ഡ് ബിയോണ്ട് വിച്ച് നോ ഫർദർ ക്രഷിംഗ് ഈസ് പോസിബിൾ. ഇനി ക്രഷ് ചെയ്യാൻ ആക്ടിവിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ എത്തുന്നത് വരെ നമുക്ക് ക്രഷിംഗ് കണ്ടിന്യൂ ചെയ്യാം, അതാണ് പറയുന്നത്. സെവൻത് സ്റ്റെപ്പ്, ഡ്രോ ദ ടോട്ടൽ കോസ്റ്റ് ഡ്യൂറേഷൻ കർവ്. ടോട്ടൽ കോസ്റ്റ് ഡ്യൂറേഷൻ കർവ് ആ യു ഷേപ്പ് കർവ് ആയിരുന്നു. അതിൽ ഒപ്റ്റിമം ഡ്യൂറേഷൻ കറസ്പോണ്ടിങ് ടു മിനിമം ടോട്ടൽ കോസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ്. ആ യു ഷേപ്പ് കർവിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റിന് കറസ്പോണ്ടിങ് ആയ ഒപ്റ്റിമം ഡ്യൂറേഷൻ നമ്മൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യമേ ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ഡ്യൂറേഷൻ ഫോർ ദ ഫോളോയിങ് പ്രൊജക്ട്. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തരുന്നതായിരിക്കും. ആക്ടിവിറ്റി, നോർമൽ ടൈമിനെ TN എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. നോർമൽ കോസ്റ്റ് CN, ക്രാഷ് ടൈം TC, ക്രാഷ് കോസ്റ്റ് CC. നോർമൽ ടൈം ഡേയ്സിലോ വീക്സിലോ തരാം നമുക്ക്, അത് ഡിപ്പെൻഡ് ചെയ്യും പ്രൊജക്റ്റിനെ. ഇപ്പൊ നമുക്കിവിടെ ഡേയ്സിലാണ് തന്നിരിക്കുന്നത്, ക്രാഷ് ടൈമും ഡേയ്സിൽ തന്നെയാണ്. നോർമൽ കോസ്റ്റ് റുപ്പീസിലായിരിക്കും തരിക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി 1-2, ആക്ടിവിറ്റി 2-4, ആക്ടിവിറ്റി 1-4 എന്നിങ്ങനെ 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി 1-2ന് നോർമൽ കണ്ടീഷനിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 ദിവസം ആവശ്യമാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റിക്ക് 500 രൂപയാകും. പക്ഷേ എക്സ്ട്രാ റിസോഴ്സസ് അലോട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ 3 ദിവസത്തിന് പകരം 2 ദിവസം കൊണ്ട് നമുക്ക് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അന്നേരം കോസ്റ്റ് കൂടുതലായിരിക്കും, ദാറ്റ് ഈസ് 700 റുപ്പീസ് ആകും. ആക്ടിവിറ്റി 2-4ന് നോർമൽ കണ്ടീഷനിൽ 5 ഡേയ്സ് കൊണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക. അന്നേരം 400 രൂപയായിരിക്കും കോസ്റ്റ് വരിക. വേണമെങ്കിൽ 5 ദിവസത്തിന് പകരം 3 ദിവസം കൊണ്ടും ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പക്ഷെ 400 രൂപയ്ക്ക് പകരം 900 റുപ്പീസ് ആയിരിക്കും ആ ആക്ടിവിറ്റിക്ക് കോസ്റ്റ് ആയിട്ട് വരിക. സിമിലർലി 1-4 എന്ന ആക്ടിവിറ്റി 4 ദിവസം കൊണ്ടാണ് നോർമലി കംപ്ലീറ്റ് ചെയ്യുക, 800 രൂപയ്ക്ക്. വേണമെങ്കിൽ അത് 2 ദിവസം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എക്സ്ട്രാ 1000 റുപ്പീസ് ആയിരിക്കും ടോട്ടൽ ആ കോസ്റ്റ് ആക്ടിവിറ്റിക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് തന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റെപ്പ് പ്രകാരം നമുക്കിനി പോകാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം ആയിരുന്നു. നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ച് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ ആദ്യമേ നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഇവിടെ 3 ആക്ടിവിറ്റീസ് ആണോ ഉള്ളത്, 1-2, 2-4 ആൻഡ് 1-4. അപ്പോൾ ആദ്യമേ ആക്ടിവിറ്റി ആരോ മാർക്കിലും ഇവന്റ്സ് നോഡിലുമാണ് കാണിക്കുന്നത്. സോ 1-2, then 2-4, then 1-4. അപ്പൊ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം ഇങ്ങനെ വരും. 1-2, 2-4 ആൻഡ് 1-4. 1-2 എന്ന ആക്ടിവിറ്റി 3 ഡേയ്സ് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. 2-4 എന്ന ആക്ടിവിറ്റി 5 ഡേയ്സ് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. 1-4 എന്ന ആക്ടിവിറ്റി 4 ഡേയ്സ് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 2 പാത്താണുള്ളത്, 1-2-4. 1-4ന് ടോട്ടൽ 1-4 എന്ന ഈ പാത്തിന് ടോട്ടൽ ഡ്യൂറേഷൻ 3+5, ദാറ്റ് ഈസ് 8 ഡേയ്സ് ആയിരിക്കും വരിക. സെക്കൻഡ് പാത്ത് 1-4ന് ഡ്യൂറേഷൻ 4 ഡേയ്സ് ആയിരിക്കും. സോ ഇതിൽ ലോങ്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 8 ഡേയ്സ് ആണ്. ദെയർഫോർ ക്രിട്ടിക്കൽ പാത്ത് ഈസ് 1-4 ആൻഡ് പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, പ്രൊജക്ട് ഡ്യൂറേഷൻ നമ്മൾ എടുക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് ആണ്, അതുകൊണ്ട് 8 ഡേയ്സ് ആയിരിക്കും. സോ നമ്മുടെ സ്റ്റെപ്പ് 1ൽ നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. സ്റ്റെപ്പ് 2ൽ നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ ടേബിൾ ഒന്നോടെ വരച്ചു എന്നേ ഉള്ളൂ. ആക്ടിവിറ്റി, നോർമൽ ടൈം, ക്രാഷ് ടൈം, നോർമൽ കോസ്റ്റ്, ക്രാഷ് കോസ്റ്റ്.
ഞാൻ ഒന്നുകൂടെ വരച്ചു എന്നേ ഉള്ളൂ. കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ നോക്കിയിരുന്നു. സി സി മൈനസ് സി എൻ ഡിവൈഡഡ് ബൈ ടി എൻ മൈനസ് ടി സി. സോ ആദ്യത്തെ ആക്ടിവിറ്റി 1-2 എടുക്കുക. 1-2 കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോസ്റ്റ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 1-2 എന്ന ആക്ടിവിറ്റിയുടെ സി സി എന്ന് പറയുന്നത് 700 ആണ്, മൈനസ് സി എൻ എന്ന് പറയുന്നത് 500 ആണ്, ഡിവൈഡഡ് ബൈ ടി എൻ എന്ന് പറയുന്നത് 3 ആണ്, ടി സി എന്ന് പറയുന്നത് -2 ആണ്. ദാറ്റ് ഈസ് 200 divided by 1 which is equal to 200 rupees. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ എഴുതുകയാണ് 200 rupees. സിമിലർലി 2-4 എന്ന ആക്ടിവിറ്റിക്ക് കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. സി സി എന്ന് പറയുന്നത് 2-4ൻ്റെ സി സി എന്ന് പറയുന്നത് 900 ആണ്, മൈനസ് സി എൻ എന്ന് പറയുന്നത് 400 ആണ്, ഡിവൈഡഡ് ബൈ ടി എൻ എന്ന് പറയുന്നത് 5 ആണ്, മൈനസ് ടി സി എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് ഈസ് 500 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 250 rupees. സോ 250 rupees. ഇനി 1-4 എന്ന ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കോസ്റ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1-4 എന്ന ആക്ടിവിറ്റിയുടെ സി സി എന്ന് പറയുന്നത് 1000 ആണ്, മൈനസ് സി എൻ എന്ന് പറയുന്നത് 800 ആണ്, ഡിവൈഡഡ് ബൈ ടി എൻ എന്ന് പറയുന്നത് 4 ആണ്, ടി സി എന്ന് പറയുന്നത് 2 ആണ്. സോ 200 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 100 rupees. സോ നമുക്ക് 3 കോസ്റ്റ് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. 1-2-ന് 200, 2-4-ന് 250, 1-4-ന് 100. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്യണമെന്നില്ല, ഇത് ആദ്യം കാണിക്കുന്നത് കൊണ്ട് ചെയ്തതാണ്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3 പറഞ്ഞിരുന്നത് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഡി സി എന്ന് ഡയറക്റ്റ് കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ, ഐ ഡി സി ഇൻഡയറക്റ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിനെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് ആണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ സം ഓഫ് കോസ്റ്റ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റിയുടെയും കോസ്റ്റിന്റെ സം ആയിരിക്കും ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കിവിടെ കോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. ആദ്യമേ 3 ആക്ടിവിറ്റിയുടെയും 1-2 എന്ന ആക്ടിവിറ്റിക്ക് 500 rupees ആയിരുന്നു കോസ്റ്റ്, 2-4 എന്ന ആക്ടിവിറ്റിക്ക് 400 rupees ആയിരുന്നു കോസ്റ്റ്, 1-4 എന്ന ആക്ടിവിറ്റി 800 rupees ആയിരുന്നു കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ആക്ടിവിറ്റി, ആകെ 3 ആക്ടിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 ആക്ടിവിറ്റിയുടെയും നോർമൽ കോസ്റ്റിന്റെ സം ആയിരിക്കും ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1700. സെക്കൻഡ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ ഡേ ഉണ്ടാകും. ഇവിടെ ഞാൻ ആദ്യമേ എഴുതാൻ മറന്നുപോയതാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ ഡേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹300. ഒരു ദിവസത്തെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. നമ്മുടെ ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് പ്രൊജക്റ്റ് ഡേയ്സ് ഇൻറ്റു ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ ഡേ. That is indirect cost is equal to number of project days. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊജക്റ്റ് 8 ദിവസമായിരുന്നു ഡ്യൂറേഷൻ. സോ 8 ഇൻറ്റു ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ ഡേ 300. ദാറ്റ് ഈസ് 2400 rupees. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെയും സമ്മാണ്. ഡയറക്റ്റ് കോസ്റ്റ് 1700 പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് 2400. That is equal to 0014 rupees 4100. ഞാൻ ഒന്നുകൂടി പറയാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സം ഓഫ് കോസ്റ്റ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ്. നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും നോർമൽ കോസ്റ്റ് സം ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് കോസ്റ്റ്. ഇവിടെ 3 ആക്ടിവിറ്റി ആയിരുന്നു ഉള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി 1-2ന്റെ നോർമൽ കോസ്റ്റ് 500, സെക്കൻഡ് ആക്ടിവിറ്റി 2-4ന്റെ നോർമൽ കോസ്റ്റ് 400, തേർഡ് ആക്ടിവിറ്റിയുടെ നോർമൽ കോസ്റ്റ് 800. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സം ആയിരിക്കും ഡയറക്റ്റ് കോസ്റ്റ്.
ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊജക്ട് ഡ്യൂറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ ഡേ. ഒരു ദിവസത്തെ കോസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ എത്ര ദിവസം ഉണ്ടായിരുന്നു, അതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് കിട്ടുക. ഇവിടെ നമ്മുടെ പ്രൊജക്ട് ഡ്യൂറേഷൻ 8 days ആയിരുന്നു. സോ 8 into 300 ആണ് പെർ ഡേ എന്ന് ക്വസ്റ്റിന് തരും. സോ 8 into 300 2400. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ചെയ്താൽ മതി. സോ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 1700, ഇൻഡയറക്റ്റ് കോസ്റ്റ് 2400. സോ രണ്ടിന്റെയും സം 4100 rupees. ഓക്കെ, ഇനി സ്റ്റെപ്പ്, അപ്പൊ സ്റ്റെപ്പ് 3 നമ്മുടെ ഇവിടെ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 നമ്മൾ ക്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രഷിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ക്രഷിംഗ് ഓഫ് ആക്ടിവിറ്റി നമ്മുടെ റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം critical activity with least cost slope. ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിരിക്കണം ആദ്യമേ ക്രഷ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചത് ഞാൻ ആ ടേബിൾ ഒന്നോടെ എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ 3 ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ പറഞ്ഞു. ഇതിൽ 2 ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 1, 2, 4 ആയിരുന്നു ക്രിട്ടിക്കൽ പാത്ത്. 1, 2, 4 1, 2 ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്, 2, 4 ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. പക്ഷെ 1, 4 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി 2 എണ്ണമാണ് ഉള്ളത്. ഇനി ഇതിൽ രണ്ടിൽ ഏതിൽ നമ്മൾ ആദ്യം ക്രഷ് ചെയ്യണം? കോസ്റ്റ് സ്ലോപ്പ് ഏതിനാണോ കുറവ് അത് ആദ്യമേ ക്രഷ് ചെയ്യാം. ഓക്കെ, സോ 200ഉം 250ഉം ആണ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ളത്. അതിൽ 200 ആണ് കുറവ്. Therefore, we will crush activity 1, 2. അപ്പോൾ crush activity 1, 2 അത് ക്രിട്ടിക്കൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 1, 2 എടുക്കുന്നത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ് വിത്ത് ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ്. ഇങ്ങനെ ക്രാഷ് ചെയ്തത് മൂലം, ഒരു ദിവസം ക്രാഷ് ചെയ്തത് മൂലം നമുക്ക് എത്ര എക്സ്ട്രാ കോസ്റ്റ് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്ട്രാ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് സ്ലോപ്പ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ്. നമ്മുടെ ഇവിടെ കോസ്റ്റ് സ്ലോപ്പ് 1, 2ന്റെ കോസ്റ്റ് സ്ലോപ്പ് 200 ആയിരുന്നു. സോ 200 മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ക്രഷ്ഡ്. നമ്മൾ എത്ര ദിവസം ക്രഷ് ചെയ്തു, എത്ര ദിവസം കുറച്ചു. ഇവിടെ 1, 2 എന്ന ആക്ടിവിറ്റി 3 ദിവസം കൊണ്ട് നോർമലി തീർക്കാം, 2 ദിവസം ക്രഷ് ചെയ്ത് തീർക്കാം. അപ്പോൾ എത്ര ദിവസം ക്രഷ് ചെയ്തു? 3 - 2, അതായത് 1. സോ ദാറ്റ് ഈസ് 3 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 200 into 1, ദാറ്റ് ഈസ് ₹200. ഇപ്പൊ അപ്പൊ പ്രൊജക്ട് ഡ്യൂറേഷൻ എത്രയായി? പ്രൊജക്ട് ഡ്യൂറേഷൻ ആദ്യമേ 8 days ആയിരുന്നു ഉള്ളത്. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ക്രഷ് ചെയ്തു, ദാറ്റ് ഈസ് 7 days ആയി മാറി. ഡയറക്റ്റ് കോസ്റ്റ്, ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡയറക്റ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഇത് സെക്കൻഡ് സ്റ്റേജിലെ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത ഡയറക്റ്റ് കോസ്റ്റ്, നമ്മൾ തൊട്ട് മുന്നേ ഡയറക്റ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1700 rupees. അതിനോട് കൂടി ഇപ്പോൾ എത്ര രൂപ നമുക്ക് എക്സ്ട്രാ വന്നു, എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രഷിംഗ് ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 1700 plus 200 which is equal to 1900 rupees. ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പ്രൊജക്ട് ഡ്യൂറേഷൻ നേരത്തെ പോലെ തന്നെ പ്രൊജക്ട് ഡ്യൂറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ ഡേ. ഇപ്പൊ പ്രൊജക്ട് ഡ്യൂറേഷൻ എത്രയായി? 7 ദിവസം. സോ 7 മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡയറക്റ്റ് കോസ്റ്റ് മാറുന്നില്ല, ദാറ്റ് ഈസ് 300 rupees തന്നെയായിരുന്നു. സോ 300 ദാറ്റ് ഈസ് ₹2100. സോ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 1900 plus 2100, that is equal to ₹0004, 4000. നമ്മൾ ആദ്യമേ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4100 ആയിരുന്നു ടോട്ടൽ കോസ്റ്റ് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ദിവസം ക്രഷ് ചെയ്തത് മൂലം
ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ്ഡ് ടു 4000. അതുകൊണ്ട് തന്നെ ഇനിയും ക്രഷിംഗ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇനി ഏത് ക്രഷ് ചെയ്യാം? നമ്മൾ വീണ്ടും ആ പഴയ ടേബിളിലേക്ക് പോകുന്നു. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ് ക്രഷ് ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മാത്രമാണ് ക്രഷ് ചെയ്യേണ്ടത്. ഇത് ഞാനൊന്ന് എഴുതാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ 7 days ആയി. ഇപ്പൊ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 to 4 തന്നെയാണ്. 7 days. 1 to 4 രണ്ട് ആക്ടിവിറ്റി ആണ് ഉള്ളത്, 1, 2 and 2, 4. പക്ഷെ നമ്മൾ 1, 2 ഓൾറെഡി ഫുള്ളി ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസമേ കുറയ്ക്കാൻ പറ്റുള്ളൂ, അത് നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ ബാക്കി എന്തുണ്ട്? 2, 4 എന്ന ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ക്രഷ് ചെയ്യാം. സോ ക്രാഷിംഗ് ആക്ടിവിറ്റി 2, 4 ബൈ എത്ര ദിവസം ക്രഷ് ചെയ്യാം? നോർമലി 5 ദിവസം കൊണ്ട് തീർക്കാവുന്നത് വേണമെങ്കിൽ നമുക്ക് 3 ദിവസം കൊണ്ടും തീർക്കാം. അപ്പോൾ 5 - 3 ദാറ്റ് ഈസ് 2 days നമുക്ക് ക്രഷ് ചെയ്യാം. by 5 - 3 which is equal to 2 days. Okay, same step തന്നെ കണ്ടിന്യൂ ചെയ്യുക. എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ്. എക്സ്ട്രാ കോസ്റ്റ് ക്രഷ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് സ്ലോപ്പ്. നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ് ചെയ്തത് ഇവിടെ 2 ദിവസമാണ്. കോസ്റ്റ് സ്ലോപ്പ് 2, 4ന്റെ കോസ്റ്റ് സ്ലോപ്പ് 250 rupees ആണ്. 250 ദാറ്റ് ഈസ് 500 rupees. പ്രൊജക്ട് ഡ്യൂറേഷൻ. പ്രൊജക്ട് ഡ്യൂറേഷൻ 7 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. 7ൽ നിന്ന് നമ്മൾ വീണ്ടും 2 ദിവസം കൂടി ക്രഷ് ചെയ്തു. സോ 2 ദിവസം കൂടി ക്രഷ് ചെയ്തപ്പോൾ 5 days. ഓക്കെ, ദെൻ ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ഡയറക്റ്റ് കോസ്റ്റിന്റെ കൂടെ എക്സ്ട്രാ കോസ്റ്റ് ആഡ് ചെയ്യണം. സോ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് 1900 ആയിരുന്നു, പ്ലസ് ഇപ്പൊ കണ്ടുപിടിച്ച എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രഷിംഗ് 500 ദാറ്റ് ഈസ് 42 rupees 2400. Then second, indirect cost. Indirect cost കണ്ടുപിടിക്കാനായിട്ട് number of project days multiplied by indirect cost per day. നമ്പർ ഓഫ് പ്രൊജക്ട് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 days പ്രൊജക്റ്റിനുള്ളൂ. മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 300 തന്നെ, ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് 1500 rupees. നമുക്കപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് 1500 കിട്ടി. ടോട്ടൽ കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് 3900 എന്ന് കിട്ടി. ഇനി നമ്മുടെ പഴയ ഡേറ്റ ഒന്ന് നോക്കുകയാണ് എങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്തായിട്ട് കിട്ടിയിരുന്നത് 1, 2, 4 ആണ്. അതിന് ഇനി 5 days ആണ് ഇപ്പോൾ ബാക്കിയുള്ളത് ക്രിട്ടിക്കൽ പാത്തിൻ്റെ. 2, 4ഉം 1, 2ഉം നമ്മൾ കംപ്ലീറ്റ്ലി ക്രഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിലുള്ള 2 ആക്ടിവിറ്റിയും നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെയുള്ള ആക്ടിവിറ്റി 1, 4 ആണ്. 1, 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി ക്രിട്ടിക്കൽ അല്ല. അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചാലോ കൂട്ടിയാലോ നമുക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ഇനി ക്രഷിംഗ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ ക്രഷിംഗ് ഇവിടെ അവസാനിച്ചു. ഇനി ആ ഡേറ്റ എല്ലാം നമ്മൾ ഒന്ന് ഏകീകരിച്ച് എഴുതിയേ ഉള്ളൂ. ആദ്യമേ നമുക്ക് കിട്ടിയിരുന്നു 8 ദിവസം ടോട്ടൽ കോസ്റ്റ് വരുന്നത് 4100 ആയിരുന്നു. 7 days ആയിട്ട് ക്രഷ് ചെയ്തപ്പോൾ കോസ്റ്റ് 4000 ആയിട്ട് കുറഞ്ഞു. 5 days ആയപ്പോൾ 3900 ആയിട്ട് വീണ്ടും കുറഞ്ഞു. ഇനി നമ്മൾ അതിനെ ടോട്ടൽ കോസ്റ്റ് ടൈം ഗ്രാഫിൽ ഒന്ന് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ 8th ഡേയിൽ 4100. ഇതിന്റെ സ്കെയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, റെപ്രസെൻറ്റേഷൻ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ 8th ഡേയിൽ 4100, 7th ഡേയിൽ 4000, 5th ഡേയിൽ 3900. സോ നമ്മുടെ കർവ് ഏകദേശം ഇതുപോലെ വരും. സോ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 3900 ആണ്. കറസ്പോണ്ടിങ് ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 days ആണ്. സോ ഒപ്റ്റിമം ഡ്യൂറേഷൻ ഈക്വൽ ടു 5 days. അതുപോലെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 3900 rupees ആണ്. അപ്പൊ ഇതായിരുന്നു ഒരു സിമ്പിൾ പ്രോബ്ലം. ഇനി നമുക്കൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2019 യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 15 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ക്രഷിംഗിൽ നിന്ന് വന്നതാണ്. സോ
Following table shows cost and duration of each activity. The indirect cost is rupees 3,150 per week. ഈ ക്വസ്റ്റ്യനിലെല്ലാം പെർ വീക്ക് എന്ന രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ഡ്യൂറേഷൻ ആൻഡ് മിനിമം കോസ്റ്റ്. ടേബിൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, പ്രിഡിസസർ തന്നിട്ടുണ്ട്, നോർമൽ ഡ്യൂറേഷൻ, നോർമൽ കോസ്റ്റ്. നോർമൽ ഡ്യൂറേഷൻ വീക്സിലാണ് തന്നിരിക്കുന്നത്, നോർമൽ കോസ്റ്റ് റുപ്പീസിലും. ക്രാഷ് ഡ്യൂറേഷൻ വീക്സിൽ തന്നിട്ടുണ്ട്, ക്രാഷ് കോസ്റ്റ് റുപ്പീസിൽ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എ ആണ്. എക്ക് പ്രിഡിസസർ ഇല്ല. ഫസ്റ്റ് ആക്ടിവിറ്റി നോർമൽ ഡ്യൂറേഷനിൽ തീർക്കാവുന്നത് 7 ദിവസം കൊണ്ടാണ് അറ്റ് ദ റേറ്റ് ഓഫ് 8,000 rupees. വേണമെങ്കിൽ 7 ദിവസത്തിന് പകരം 4 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അന്നേരം രൂപ 15,500 ആയി മാറും. സെക്കൻഡ് ആക്ടിവിറ്റി ബി, പ്രിഡിസസർ ഇല്ല. നോർമലി തീരാനായിട്ട് 9 ദിവസം എടുക്കും. അതിന് 5,000 rupees ആകും കോസ്റ്റ്. പക്ഷേ 9 ദിവസത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ 6 ദിവസം കൊണ്ടും ഇതിനെ തീർക്കാം. അപ്പോൾ കോസ്റ്റ് 9,500 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. സി എന്ന ആക്ടിവിറ്റിക്ക് എ എന്നാണ് പ്രിഡിസസർ. നോർമൽ ഡ്യൂറേഷൻ 5 വീക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 7,000 rupees. വേണമെങ്കിൽ അതിനെ 2 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം അറ്റ് ദ റേറ്റ് ഓഫ് 10,000 rupees. ആക്ടിവിറ്റി ഡിക്കും എ തന്നെയാണ് പ്രിഡിസസർ ആയിട്ട് വരുന്നത്. നോർമൽ ഡ്യൂറേഷൻ 6 വീക്സ് ആണ്, കോസ്റ്റ് 9,000 rupees. വേണമെങ്കിൽ 4 days തന്നെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അറ്റ് ആൻ എക്സ്ട്രാ റേറ്റ് ഓഫ് 16,000. ആക്ടിവിറ്റി ഇക്ക് ആക്ടിവിറ്റി ബിയും സിയും പ്രിഡിസസർ ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസമെങ്കിലും വേണം, 6,000 രൂപയാകും. പക്ഷെ വേണമെങ്കിൽ 4 days അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് 12,000 rupees ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. വി ഹാവ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ഡ്യൂറേഷൻ ആൻഡ് മിനിമം കോസ്റ്റ്. നമുക്ക് ആ സ്റ്റെപ്പ് വഴി തന്നെ പോവാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നെറ്റ്വർക്ക് ഡയഗ്രാം. നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ച് ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമുക്ക് അത് തന്നെ ചെയ്യാം. സോ ഇവിടെ ആക്ടിവിറ്റി ആണ് തന്നിരിക്കുന്നത്, നോഡ് അല്ല, അത് ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് ആക്ടിവിറ്റിക്കും സെക്കൻഡ് ആക്ടിവിറ്റിക്കും പ്രിഡിസസർ ഇല്ല. സോ അതായത് അത് രണ്ടും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ എ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതേ സമയത്ത് തന്നെ ബിയും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സി എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്കത് പിന്നെ ചെയ്യാം. ആദ്യം ഡി എന്ന് മാർക്ക് ചെയ്യട്ടെ. സോ ഡി എന്ന ആക്ടിവിറ്റി പ്രിഡിസസർ എ ആണ്. സോ ഡി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എ കംപ്ലീറ്റ് ചെയ്യണം. സോ എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്കൊരു ഡി കിട്ടി. ഇനി നമ്മളിവിടെ ഇ എന്ന ആക്ടിവിറ്റി നോക്കുകയാണ് എങ്കിൽ ബിയും സിയും അതിന്റെ പ്രിഡിസസർ ആണ്. അപ്പൊ ബി ഓൾറെഡി ഇവിടെ ഒരു ഇവന്റിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം സി നമുക്ക് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഡമ്മി ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ സി. സോ ഇ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയും സിയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. ഇനി ഒന്നുകൂടി നമ്മൾക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം വരച്ചത് ശരിയാണോ എന്ന്. എയും ബിയും പ്രിഡിസസർ ഇല്ല, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഇവന്റ് ആയിട്ടാണ്. സിയുടെ പ്രിഡിസസർ എ ആണ്. സി തുടങ്ങുന്നത് എയുടെ അവസാനത്ത് നിന്നാണ്. ഡിയുടെ പ്രിഡിസസർ എ ആണ്. സോ ഡി തുടങ്ങുന്നത് എയുടെ അവസാനത്ത് നിന്നാണ്. ഇ എന്ന ആക്ടിവിറ്റി തുടങ്ങണമെങ്കിൽ ബിയും സിയും രണ്ട് ആക്ടിവിറ്റിയും എൻഡ് ചെയ്യണം. അതിൽ നിന്ന് ഇ തുടങ്ങി. സോ നമ്മുടെ ആക്ടിവിറ്റി ഡയഗ്രാം കറക്റ്റ് ആണ്. സോ നോർമൽ ഡ്യൂറേഷനും കൂടെ എഴുതുകയാണ്. എക്ക് 7 days, ബി 9 days, സി 5 days, ഡി 6 days, ഇ 6 days. ഇതിന്റെ പാത്ത് നമുക്ക് നോക്കാം. ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് അറിയാൻ വേണ്ടി പാത്ത്സ് എല്ലാം നമ്മൾ എഴുതുകയാണ്. ഒന്നാമത്തെ പാത്താണ് എ ഡി. ഇതിനു മുമ്പ് ഇവന്റിനെ ഒന്ന് നമ്പർ ചെയ്യാൻ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല. എ ഡി. സോ എ ഡി അതൊരു പാത്താണ്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇത് 7 days ആയിരിക്കും, പ്ലസ് ദിസ് 6, ദാറ്റ് ഈസ് 13 weeks. Then second one, A C E. A C E, that is 7 plus 5 plus 6, which is equal to 18 weeks. Third one, B E. So B E, 9 plus 6, that is 15 weeks. അപ്പോൾ നമുക്ക് ഇത്ര ആയിരുന്നു
ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യാം. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഡ്യൂറേഷൻ കൂടുതലുള്ളത്. സോ ACE വിത്ത് 18 വീക്സ് ഈസ് ദ ക്രിട്ടിക്കൽ പാത്ത്. അതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 18 വീക്സ് ആയിരിക്കും. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ACE ആയിരിക്കും. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൂന്നെണ്ണം ഉണ്ടാവും. ആക്ടിവിറ്റി A, ആക്ടിവിറ്റി C ആൻഡ് ആക്ടിവിറ്റി E. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് കോസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ടേബിൾ ഞാൻ ഒന്നോടെ എടുത്തെഴുതിയേ ഉള്ളൂ. ആക്ടിവിറ്റി A നോർമൽ ഡ്യൂറേഷൻ 7 ആയിരുന്നു, ക്രഷ് 4 ആയിരുന്നു, Bക്ക് 9, 6, Cക്ക് 5, 2, Dക്ക് 6, 4, Eക്ക് 6, 4. സോ നമുക്കറിയാം കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ കോസ്റ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു CC മൈനസ് CN ഡിവൈഡഡ് ബൈ TN മൈനസ് TC. CC എന്ന് പറഞ്ഞാൽ ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഡ്യൂറേഷൻ മൈനസ് ക്രാഷ് ഡ്യൂറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് സ്പ്ലിറ്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ, ഡിവിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. നിർബന്ധമൊന്നുമില്ല അങ്ങനെ. സോ TN മൈനസ് TC നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഓരോ ആക്ടിവിറ്റിയുടെയും. ആക്ടിവിറ്റി എയുടേത് TN മൈനസ് TC എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോളത്തിന്റെ ഡിഫറൻസ് ആണ്. സോ 7 മൈനസ് 4 ഈസ് 3, 9 മൈനസ് 6 ഈസ് 3, 5 മൈനസ് 2 ഈസ് 3, 6 മൈനസ് 4 ഈസ് 2, 6 മൈനസ് 4 ഈസ് 2. സോ ഈ രണ്ട് കോളത്തിന്റെ ഡിഫറൻസ് ആണ് TN മൈനസ് TC. അടുത്തത് CC മൈനസ് CN ആണ് നമുക്ക് വേണ്ടത്. സോ CC മൈനസ് CN ഈ രണ്ട് കോളങ്ങളുടെ ഡിഫറൻസ് ആണ്. സോ CC മൈനസ് CN. ആദ്യത്തെ ആക്ടിവിറ്റി എയുടെ CC മൈനസ് CN മീൻസ് 15,500 മൈനസ് 8,000. അതിന്റെ വാല്യൂ 7,500 എന്ന് വരും. ആക്ടിവിറ്റി ബിയുടേത് 9,500 മൈനസ് 5,000. അതിന്റെ ആൻസർ 4,500 വരും. ആക്ടിവിറ്റി സിയുടേത് 10,000 മൈനസ് 7,000, ദാറ്റ് ഈസ് 3,000. ആക്ടിവിറ്റി ഡി 16,000 മൈനസ് 9,000, that is 7,000. Then activity E 12,000 minus 6,000, that is 6,000. ഇനി നമുക്ക് വേണ്ട ഇക്വേഷൻ CC മൈനസ് CN ഡിവൈഡ് ബൈ TN മൈനസ് TC, അതായത് ഈ രണ്ട് കോളത്തിന്റെ ഡിവിഷൻ. CC മൈനസ് CN കണ്ടുപിടിച്ചിരുന്നു, TN മൈനസ് TC കണ്ടുപിടിച്ചിരുന്നു. ഈ രണ്ടിന്റെയും ഡിവിഷൻ ആണ് നമ്മുടെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആക്ടിവിറ്റിയുടേത് 7,500 ഡിവൈഡഡ് ബൈ 3, അതായത് 2,500. Then second B എന്ന ആക്ടിവിറ്റിയുടേത് CC minus CN divided by TN minus TC, that is 4,500 divided by 3, which will be 1,500. Then next one 3,000 divided by 3, that will be 1,000. Then 7,000 divided by 2, that will be 3,500. 6,000 divided by 2, that will be 3,000. അപ്പോൾ നമ്മുടെ കോസ്റ്റ് സ്ലോപ്പ് നമുക്ക് കിട്ടി. നമുക്കറിയാം നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞത് ഏതായിരുന്നു? ACE. അപ്പം ആക്ടിവിറ്റി A, ആക്ടിവിറ്റി C, ആക്ടിവിറ്റി E എന്ന് പറയുന്നതായിരുന്നു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. സോ ACE, അതായത് 2,500, 1,000, 3,000. ഓക്കെ, ഇത്രയും നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്തായിരുന്നു കണ്ടുപിടിക്കുക? ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. സോ ഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് it will be the sum of normal cost of all activities. എല്ലാ ആക്ടിവിറ്റിയുടെയും നോർമൽ കോസ്റ്റിന്റെ സം ആണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം A, B, C, D, E ഈ 5 ആക്ടിവിറ്റിയുടെയും നോർമൽ കോസ്റ്റിന്റെ സം ആയിരിക്കും നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റ്. സോ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് CN ആണ്. CN ആണ്. അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യമേ നമുക്ക് കിട്ടിയിരുന്നു. നോർമൽ കോസ്റ്റ് 8,000, 5,000, 7,000, 9,000, 6,000. സോ അതിൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതാം 8,000 പ്ലസ് 5,000 പ്ലസ് 7,000 പ്ലസ് 9,000
plus 6,000, which will be equal to rupees 35,000. ഓരോ ആക്ടിവിറ്റിയുടെയും നോർമൽ കോസ്റ്റ് നമ്മൾ എടുത്തു സം ചെയ്തു. അതായിരിക്കും ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൊജക്റ്റ് ഡ്യൂറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ വീക്ക്. നമ്മൾ ഡേയ്സിലായിരുന്നുവെങ്കിൽ ഡേയ്സിൽ എഴുതും. ഇവിടെ നമുക്ക് വീക്കാണ്. സോ പ്രൊജക്ട് ഡ്യൂറേഷൻ ഇൻറ്റു ഇൻഡയറക്റ്റ് കോസ്റ്റ് പെർ വീക്ക്. പ്രൊജക്ട് ഡ്യൂറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു, 18 വീക്ക് ആയിരുന്നു. ഇൻറ്റു IDC നമുക്ക് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു 3150, 3150. സോ ഇൻഡയറക്റ്റ് കോസ്റ്റ് വിൽ ബി 18 into 3150. That will be rupees 56,700. സോ ഡയറക്റ്റ് കോസ്റ്റ് കിട്ടി, ഇൻഡയറക്റ്റ് കോസ്റ്റ് കിട്ടി. ഇനി അടുത്തത് ടോട്ടൽ കോസ്റ്റ്. Total cost will be sum of direct cost and indirect cost. So total cost is equal to direct cost plus indirect cost. Direct cost നമ്മൾ കണ്ടുപിടിച്ച എത്രയായിരുന്നു? 35,000 plus indirect cost ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടി 56,700, which will be equal to rupees 91,700. Then step 4. Step 4ൽ നമ്മൾ ആക്ച്വലി ക്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രഷിംഗ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇനി ഇതിലേത് ആദ്യമേ ക്രഷ് ചെയ്യണം, എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് സ്ലോപ്പ് ഏതായിരുന്നോ അതായിരിക്കണം ആദ്യമേ ക്രഷ് ചെയ്യേണ്ടത്. ഇവിടെ കോസ്റ്റ് സ്ലോപ്പുകൾ 2500, സി എന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് 1000, ഇ എന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് 3000. ഇതിൽ ഏറ്റവും കുറവുള്ളത് സിക്കാണ്. കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറവുള്ളത് ഈ 3 കോസ്റ്റ് സ്ലോപ്പിൽ ഏറ്റവും കുറവുള്ളത് 1000 ആണ് സി എന്ന ആക്ടിവിറ്റിക്ക്. അതുകൊണ്ട് സി എന്ന ആക്ടിവിറ്റി ആയിരിക്കണം ആദ്യമേ ക്രഷ് ചെയ്യേണ്ടത്. സോ therefore crushing C activity having least cost slope by ഇനി എത്ര ദിവസം ക്രഷ് ചെയ്യാമെന്നുള്ളത്. സി എന്ന ആക്ടിവിറ്റിക്ക് നമുക്കറിയാം 5 days ആയിരുന്നു നോർമൽ ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ അത് 2 daysലും കംപ്ലീറ്റ് ചെയ്യാം. സോ 5 - 2 that is 3 days വേണമെങ്കിൽ ക്രഷ് ചെയ്യാം. ബൈ 5 - 2 that is by 3 days. Then extra cost of crashing കാരണം എക്സ്ട്രാ കോസ്റ്റ് എത്രയായി അത് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് സ്ലോപ്പ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ്. ഇവിടെ നമ്മൾ 3 ദിവസമാണ് ക്രഷ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ് എന്ന് പറഞ്ഞാൽ 3 ദിവസം. 3 ഇൻറ്റു കോസ്റ്റ് സ്ലോപ്പ് ഓഫ് ആക്ടിവിറ്റി. സി എന്ന ആക്ടിവിറ്റിയുടെ കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു 1000 rupees. So 3 into 1000 which is equal to rupees 3000. Project duration നമ്മൾ 3 ദിവസം കുറച്ചു അല്ലേ? അപ്പോൾ project duration ആദ്യമേ 18 ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 ദിവസം കൂടി നമ്മൾ കുറച്ചു. So that will be 15 weeks. Then direct cost കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് എക്സ്ട്രാ കോസ്റ്റ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഡയറക്റ്റ് കോസ്റ്റ് 35,000 rupees ആയിരുന്നു. പ്ലസ് ദിസ് എക്സ്ട്രാ കോസ്റ്റ് കൂടെ കൂട്ടുന്നതാണ് പുതിയ ഡയറക്റ്റ് കോസ്റ്റ്. ദാറ്റ് വിൽ ബി rupees 38,000. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് അടുത്തത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ഡ്യൂറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ indirect cost. Project duration multiplied by indirect cost per week. Project duration എന്ന് പറയുന്നത് ഇപ്പോൾ 15 വീക്കായി. 15 ഇൻറ്റു ഇൻഡയറക്റ്റ് കോസ്റ്റിന് ചേഞ്ച് ഒന്നുമില്ല, അത്
3150 തന്നെയായിരിക്കും. അവിടെ നമുക്ക് റുപ്പീസ് 47,250 എന്ന് കിട്ടും. സോ ഇൻഡയറക്റ്റ് കോസ്റ്റും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് we have to add direct cost and indirect cost. Direct cost plus indirect cost. Direct cost നമുക്കിപ്പോൾ കിട്ടിയായിരുന്നു 38,000 plus indirect cost is 47,250. That will be rupees 85,250. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് 85,250 കണ്ടുപിടിച്ചു. ഞാൻ ആ ടേബിൾ ഒന്നോടെ എടുത്ത് എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സി എന്ന ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തത്, ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ലോപ്പുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അത് കംപ്ലീറ്റ്ലി നമ്മൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതിനെ ക്രഷ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഏത് ക്രഷ് ചെയ്യണം? അതിനു മുന്നേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ACE എന്ന പാത്ത് ക്രിട്ടിക്കൽ ആയിരുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ആ പാത്തിലുള്ള ACE എന്ന ആക്ടിവിറ്റി നമ്മൾ ക്രഷ് ചെയ്തു. അതിൽ ഒരെണ്ണത്തിന് ക്രഷ് ചെയ്തു. അപ്പോൾ ഡ്യൂറേഷൻ 15 വീക്സ് ആയി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, BE എന്ന പാത്തിൻ്റെയും ഡ്യൂറേഷൻ 15 ആണ്. ഇങ്ങനെ രണ്ട് പാത്ത് ഒരുമിച്ച് ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നതിനെയാണ് പാരലൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പാത്ത് ക്രിട്ടിക്കലായി. രണ്ട് പാത്ത് ക്രിട്ടിക്കലായി വരുമ്പോൾ നമ്മൾ ഒരു പാത്തിനെ മാത്രമല്ല ക്രഷ് ചെയ്യേണ്ടത്, രണ്ട് പാത്തിനെയും ഒരുമിച്ച് ക്രഷ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളിവിടെ നോക്കുക, ഇപ്പം ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ? ACEBE ഈ ഒരു പ്രാവശ്യം എഴുതി. അപ്പോൾ BE ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയി, A ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്, C ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. പക്ഷെ C ഓൾറെഡി ക്രഷ് ചെയ്ത് പോയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദെൻ E ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്, B ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പം ഇത്രയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഓരോന്നും അസ്യൂം ചെയ്ത് നോക്കുക ക്രഷ് ചെയ്യുന്നതായിട്ട്. ലെറ്റ്സ് സേ വി ആർ ക്രഷിംഗ് ആക്ടിവിറ്റി A ഫസ്റ്റ്. ആക്ടിവിറ്റി A ഫസ്റ്റ്ലി ക്രഷ് ചെയ്യുകയാണെങ്കിൽ ACE എന്ന പാത്തിന് എന്ത് സംഭവിക്കും? സപ്പോസ് നമ്മൾ ഒരു ദിവസമാണ് 1 ഡേ ക്രഷ് ചെയ്യാൻ പോവുകയാണെന്ന് അസ്യൂം ചെയ്യാം. ACE എന്ന പാത്തിന്റെ 15 വീക്സ് ആയിരുന്നു, അതിന് പകരം അവിടെ 14 വീക്സ് ആയി മാറും ഡ്യൂറേഷൻ. കറക്റ്റ്. A എന്ന ആക്ടിവിറ്റി ക്രഷ് ചെയ്യുന്നത് കൊണ്ട് BE എന്ന പാത്തിന് 15 ഡേയ്സിന് എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, കാരണം ആ പാത്തിൽ A എന്ന ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ക്രിട്ടിക്കൽ ആയിരുന്ന ഒരു പാത്ത് വീണ്ടും ക്രിട്ടിക്കലായി തുടർന്നു. പക്ഷെ ഇവിടുത്തെ ക്രിട്ടിക്കലായിരുന്ന BE എന്ന പാത്ത് നോൺ ക്രിട്ടിക്കലായി മാറി. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരിക്കലും വരാൻ പാടില്ല. ക്രിട്ടിക്കലായിരിക്കുന്നത് ഒരു കാരണവശാലും നോൺ ക്രിട്ടിക്കലായി മാറാൻ പറ്റില്ല. എല്ലാ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം. സപ്പോസ് B എന്ന ആക്ടിവിറ്റി നമ്മൾ ഒരു ദിവസം ക്രഷ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോഴും നമ്മുടെ പാത്ത് ACE എന്ന പാത്തിൽ 15 ദിവസമായിരുന്നു. അതിനെന്തെങ്കിലും സംഭവിക്കുമോ? ACE എന്ന പാത്തിൽ B എന്ന ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ഈ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യില്ല. പകരം സെക്കൻഡ് പാത്ത് BE എന്ന ക്രിട്ടിക്കൽ പാത്തിൽ 15 ഡേയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ B ഉണ്ട്. B നമ്മൾ ഒരു ദിവസം ക്രഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ 15 എന്നുള്ളത് 14 മാറും. അപ്പോൾ ഇവിടെയും നോൺ ക്രിട്ടിക്കൽ പാത്തായി മാറി. അപ്പോൾ ഇതും അലൗ ചെയ്യാൻ പറ്റില്ല. ഇനി E എന്ന ആക്ടിവിറ്റി നോക്കുക. നമുക്കുള്ള E എന്ന ആക്ടിവിറ്റി ഒരു ദിവസം എന്ന് അസ്യൂം ചെയ്യാം. ACE എന്ന പാത്തിൽ E ഉണ്ട്. അതുകൊണ്ട് 15 എന്നുള്ളത് മാറി അവിടെ 14 ഡേയ്സ് ആവും. BE എന്ന പാത്തിൽ അവിടെയും E ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെയും 15 മാറി 14 ഡേയ്സ് ആയി മാറും. സോ രണ്ട് പാത്തും ഒരുപോലെ നമ്മൾ ക്രഷ് ചെയ്തു. രണ്ട് പാത്തും ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? Bയും Aയും ക്രഷ് ചെയ്യാൻ പാടില്ല. പകരം E എന്ന ആക്ടിവിറ്റി മാത്രമേ അവിടെ ക്രഷ് ചെയ്യാൻ പറ്റുള്ളൂ. E എന്ന ആക്ടിവിറ്റി ക്രഷ് ചെയ്യുമ്പോൾ അതിന് 3000 ആണ് കോസ്റ്റ് സ്ലോപ്പ്. നമ്മൾ ഇതുകൊണ്ട് നിർത്തരുത്. ഇതിന് കോമ്പിനേഷൻസ് കൂടി നോക്കുക. ലൈക്ക് A എന്ന ആക്ടിവിറ്റിയും B എന്ന ആക്ടിവിറ്റിയും ഒരുമിച്ച് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പാത്തുകൾക്ക് നമ്മൾ Aയും Bയും ഒരുമിച്ച് ഒരു ഡേ ക്രഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ACE എന്ന പാത്തിൽ 15 ദിവസമായിരുന്നു, BE എന്ന പാത്തിൽ 15 ദിവസമായിരുന്നു. ഓക്കെ, Aയും Bയും ഒരുമിച്ച് ക്രഷ് ചെയ്യുകയാണ് ഒരു ദിവസം.
എ എന്ന ആക്ടിവിറ്റി ക്രഷ് ചെയ്യുന്നത് മൂലം ഈ 15 എന്നുള്ളത് 14 ചേഞ്ച് ചെയ്യും. ബി എന്ന ആക്ടിവിറ്റി ക്രഷ് ചെയ്യുന്നത് മൂലം ഈ പാത്ത് 15 എന്നുള്ളത് 14 ചേഞ്ച് ചെയ്യും. വേറെ ചേഞ്ചിങ് ഒന്നും വരാനില്ല. അപ്പോഴും നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ട് പാത്തും ഒരുമിച്ച് ക്രഷ് ചെയ്തു, രണ്ട് പാത്തിലും ക്രിട്ടിക്കൽ പാത്തായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ എ ആൻഡ് ബി ഒരുമിച്ച് ക്രഷ് ചെയ്യുക വഴി നമുക്ക് ക്രഷിങ് സാധിക്കാം. പക്ഷെ എ ആൻഡ് ബി ഒരുമിച്ച് ക്രഷ് ചെയ്താൽ എത്രയായിരിക്കും കോസ്റ്റ് സ്ലോപ്പ്? എയുടെ കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, 2500 ആണ്. ബിയുടെ കോസ്റ്റ് സ്ലോപ്പ് 1500 ആണ്. സോ ടോട്ടൽ കോസ്റ്റ് സ്ലോപ്പ് എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ച് എത്ര വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 0004, 4000 റുപ്പീസ് ആയിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ എയും ബിയും ക്രഷ് ചെയ്തു. ഇനി എയും ഇയും എടുത്തു. എ ആൻഡ് ഇ എന്ന കോമ്പിനേഷൻ ഒരു ദിവസം ക്രഷ് ചെയ്തു. എ സി ഇ പാത്ത് 15 ഡേയ്സ് ഉണ്ടായിരുന്നു. ബി ഇ എന്ന പാത്ത് 15 ഡേയ്സ് ഉണ്ടായിരുന്നു. എ എന്ന ആക്ടിവിറ്റി ക്രഷ് ചെയ്തു. എ എന്ന ആക്ടിവിറ്റി ക്രഷ് ചെയ്തപ്പോൾ ഈ ഒരു പാത്തിൽ എ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 14 ഡേയ്സ് ആയി മാറി. ഈ ഒരു പാത്തിൽ എ ഇല്ല, അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇ എന്ന ആക്ടിവിറ്റി നമ്മൾ ക്രഷ് ചെയ്യാൻ എടുത്തു. ഈ ഒരു പാത്തിൽ ഇ ഉണ്ട്, അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ 14 മാറി, ഒരു ദിവസം വീണ്ടും കുറഞ്ഞു 13. ഈ പാത്തിൽ ഇ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 14 ആയി. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു പാത്ത് ക്രിട്ടിക്കൽ അല്ലാതായി മാറി. ഇവിടെ 14ഉം ഇവിടെ 13ഉമായി. അപ്പൊ അതായത് ക്രിട്ടിക്കൽ പാത്ത് എ സി ഇ ആണ്, ബി ഇ എന്ന് പറയുന്നത് നോൺ ക്രിട്ടിക്കലായി മാറി. അപ്പൊ ആ കണ്ടീഷൻ പറ്റില്ല. ഇനി അടുത്ത കോമ്പിനേഷൻ നമ്മൾ നോക്കേണ്ടത് സി ആണ്. പക്ഷെ സി എന്ന ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ഫുള്ളി ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനിയുള്ളത് ഇയുടെ കോമ്പിനേഷൻ ആണ്. ഇ ബി, ഇ ആൻഡ് ബി, അതുപോലെ ഇ ആൻഡ് ഇ, അത് ഇ തന്നെ. ഈ രണ്ട് പാത്തേ ഉള്ളൂ. ഇ ആൻഡ് ബി നമ്മൾ ഒരു ദിവസം ക്രഷ് ചെയ്യാന്ന് അസ്യൂം ചെയ്യാം. എ സി ഇ എന്ന പാത്തുണ്ട്, ബി ഇ എന്ന പാത്തുണ്ട്, 15 15. ഈ ആദ്യമേ ക്രഷ് ചെയ്യുക വഴി ഈ പാത്തിൽ ഇ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 14 ദിവസമാവും. ഈ പാത്തിലും ഇ ഉണ്ട്, അതുകൊണ്ട് ഇവിടെയും 14 ദിവസമാവും. ബി എന്ന ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ഇല്ല, അപ്പൊ ഈ 14 ദിവസം അതുപോലെ നിൽക്കും. ഇവിടെ ബി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 14 മാറി 13 ആവും. പക്ഷെ ഇവിടെയും എന്താ പറയുക, ഒരുപോലെ വന്നില്ല, രണ്ടും രണ്ട് രീതിയിലാണ് പോയത്, അതുകൊണ്ട് അതും പറ്റില്ല. ഇനി ആകെ ബാക്കിയുള്ളത് ഇ ആണ്. ഇ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇയുടെ കോസ്റ്റ് സ്ലോപ്പ് വരുന്നത് 3000 റുപ്പീസ് ആണ് ക്രഷ് ചെയ്താൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ട് പാത്തേ ഇവിടെ ക്രഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഇ അല്ലെങ്കിൽ എ ബിയുടെ കോമ്പിനേഷൻ. അതിന് പക്ഷേ കോസ്റ്റ് സ്ലോപ്പ് 4000 ആണ്, ഇക്ക് 3000. Therefore we will crash activity E with cost slope 3000 for അല്ലെങ്കിൽ ബൈ എത്ര ഡേയ്സ് ആണ് ക്രഷ് ചെയ്യാൻ പറ്റുന്നത്? ഇ എന്ന ആക്ടിവിറ്റി 4 ഡേയ്സിൽ നിന്നും 2 ഡേയ്സ് ആയിട്ട് കുറയ്ക്കാം. അതായത് 2 ഡേയ്സ്. 4 minus 2, that is 2 days. ഇനി നമ്മുടെ പഴയ സ്റ്റെപ്പുകൾ. എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ്. എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രഷിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് സ്ലോപ്പ്. നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ക്രഷ് ചെയ്തത് 2 ദിവസമാണ്. 2 ഇൻറ്റു കോസ്റ്റ് സ്ലോപ്പ് 3000 റുപ്പീസ് ആണ്. ദാറ്റ് ഈസ് 6000 റുപ്പീസ്. പ്രൊജക്ട് ഡ്യൂറേഷൻ നമ്മൾ 2 ദിവസമാണ് ഇവിടെ ക്രഷ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 15 വീക്ക് ആയിരുന്നു. ഈ 15 വീക്ക് മൈനസ് 2 വീക്ക്, ദാറ്റ് ഈസ് 13 വീക്സ്. ദെൻ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് എക്സ്ട്രാ കോസ്റ്റ്. തൊട്ട് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഡയറക്റ്റ് കോസ്റ്റ് 38,000 ആയിരുന്നു. 38,000 പ്ലസ് ഇപ്പോൾ കിട്ടിയ ഈ ക്രഷിംഗ് മൂലം ഉണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റ്, ദാറ്റ് ഈസ് 6,000 rupees. So it will be coming 44,000 rupees. Indirect cost കണ്ടുപിടിക്കാനായിട്ട് project duration multiplied by indirect cost per week. project duration ഇപ്പോൾ 13 weeks ആണ്, into ഒരു ദിവസം 3150. That will be rupees 40,950. So total cost will become rupees
total cost will be direct cost plus indirect cost, which is equal to 44,000 plus 40,950, which will be rupees 84,950 rupees. So total cost നമ്മുടെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്യാൻ പോവാണ്. എഗെയിൻ വി ആർ ക്രഷിങ്. ഇനി ക്രഷ് ചെയ്യാനുള്ളത് ഏതായിരുന്നു ബാക്കി? നമ്മളിവിടെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു ഇ എന്ന ആക്ടിവിറ്റിയും എ ബി എന്ന ആക്ടിവിറ്റിയും മാത്രമേ ഉള്ളൂ ക്രഷ് ചെയ്യാൻ ബാക്കി. അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എന്തുണ്ട്? എ ബി എന്ന മാത്രമേ പാത്ത് ബാക്കിയുള്ളൂ. അപ്പോൾ വി ആർ ക്രഷിങ് എ ആൻഡ് ബി ആക്ടിവിറ്റി ടുഗെദർ. ഒറ്റ ദിവസം ഒരുമിച്ച് ക്രഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡ്യൂറേഷൻ വിൽ ബിക്കം പ്രൊജക്ട് ഡ്യൂറേഷൻ 13 ദിവസമായിരുന്നു. 13 വീക്കായിരുന്നു. 13 മൈനസ് ഒരു ദിവസം, രണ്ടിനും കൂടി ഒറ്റ ദിവസമേ നമ്മൾ ക്രഷ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് 12 വീക്സ്. ദെൻ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രഷിംഗ്. എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രഷിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ക്രാഷ്ഡ് ഇൻറ്റു കോസ്റ്റ് സ്ലോപ്പ്. ഇവിടെ നമ്മൾ ഒരു ദിവസമേ ക്രഷ് ചെയ്യുന്നുള്ളൂ. ഇൻറ്റു എ ബി എന്നതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു, 4,000 rupees. സോ ദാറ്റ് ഈസ് 4,000 which is equal to 4,000 rupees. Then direct cost. Direct cost means തൊട്ട് മുമ്പേ കണ്ടുപിടിച്ച ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് എക്സ്ട്രാ കോസ്റ്റ് 4,000. That is 48,000 rupees. Indirect cost is equal to number of project days multiplied by indirect cost per week. Number of project അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 12 വീക്കായി മാറി. അത് ഇൻറ്റു indirect cost 3,150. That will become rupees 37,800. So total cost എന്ന് പറയുന്നത് direct cost plus indirect cost ആയിരിക്കും. That is 48,000 plus 37,800 and it will become rupees 85,800. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുതൽ നമ്മുടെ ക്രഷിംഗ് ഡേയ്സ് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും ആദ്യമേ 18 വീക്സ് ആയിരുന്നു. ആ സമയത്തെ ടോട്ടൽ കോസ്റ്റ് 91,700. അതിനുശേഷം 15 വീക്കായി നമ്മൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ കോസ്റ്റ് 85,250. അതിനുശേഷം നമ്മൾ 13 വീക്സ് ആയിട്ട് ക്രഷ് ചെയ്തു. ആ സമയത്ത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 84,950. അതിനുശേഷം 12 വീക്സ് ആയിട്ട് ക്രഷ് ചെയ്തു 85,800. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുന്നതായിട്ട് കാണാം. നമ്മുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ് എങ്കിൽ എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റ്. നമുക്ക് ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ല. 12, 13, 15, 18. This is 91,700, 85,250, 84,950, 85,800. സോ 18ാമത്തെ ദിവസം 91,000, 15ാമത്തെ ദിവസം 85,200, 13ാമത്തെ ദിവസം 84,950, 12ാമത്തെ ദിവസം 85,000. ഇങ്ങനെ വരും. സോ നമുക്ക് കർവ് യോജിപ്പിച്ചാൽ ഏകദേശം ഇതുപോലെ കിട്ടും. So this is the lowest point and this is the optimum duration. Therefore, optimum duration is 13 weeks and minimum cost is equal to 84,950 rupees. So 15 marks question ആയിരുന്നു ഇത്. സോ ഈ ചാപ്റ്ററിൽ നിന്നും 15 മാർക്ക് ക്വസ്റ്റ്യൻ ഇതുപോലെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.